Module 5 Types of Insurance. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കുറച്ച് പോളിസി കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക്, കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു പ്രീമിയം, കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കണ്ടിന്യൂവേഷൻ ഓഫ് പോളിസീസ്, കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു ലാപ്സ് ഓഫ് പോളിസി, റിലേറ്റിംഗ് ടു ക്ലൈംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളിതിൽ പറയുന്നത് കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക് എന്താണെന്നുള്ളതാണ്. After assessing a person's insurance requirements, he has to fill up a proposal form, and along with the first premium of the proposal form is sent to the insurer. റിസ്ക് എപ്പോഴാണ് ഏറ്റെടുക്കുന്നത്, അതായത് ഇൻഷുറർ എപ്പോഴാണ് ഒരു ഇൻഷുർഡിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻഷുറർ എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയാണോ റിസ്ക് ഏറ്റെടുക്കുന്നത് അവരെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ ആരുടെ റിസ്ക് ആണോ ഏറ്റെടുക്കുന്നത് അയാളെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആഫ്റ്റർ അസസിങ് എ പേഴ്സൺസ് ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ്, നമ്മളൊരാൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവരവരുടെ എന്ത് രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് വേണ്ടത്, എത്ര ടേമിലേക്കുള്ള ഇൻഷുറൻസ് ആണ് വേണ്ടത്, എത്ര പ്രീമിയം ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ ഇൻഷുറൻസ് റിക്വയർമെൻറ്റ് അസസ് ചെയ്യും. ദെൻ അവരൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഹി ഹാസ് ടു ഫിൽ അപ്പ് എ പ്രപ്പോസൽ ഫോം, ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അലോങ് വിത്ത് ഫസ്റ്റ് പ്രീമിയം ആദ്യത്തെ ഇൻഷുറൻസ് പ്രീമിയം കൂടെ ആ ഒരു ഫോമിൻ്റെ കൂടെ പേ ചെയ്തിട്ടുണ്ടാവണം. ദ പ്രപ്പോസൽ ഫോം ഇസ് സെൻഡ് ടു ദി ഇൻഷുറർ. ദെൻ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ആ ഇൻഷുററിൻ്റെ കയ്യിലേക്ക് ആ ഫോമും പ്ലസ് ഫസ്റ്റ് പ്രീമിയം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ഇൻഷുറർ ഡിസൈഡ് ടു ഇൻഷുർ ദ ഇൻഷുർഡ്, എ പോളിസി ബോണ്ട് ഇസ് പ്രിപ്പയർഡ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദിസ് പോയിൻ്റ് ദ ഇൻഷുറൻസ് കവർ ബിക്കംസ് ആക്റ്റീവ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം കൊടുത്തു, അതുപോലെ ഒരു പ്രപ്പോസൽ ഫോം കൊടുത്തു, അവരുടെ ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ അസസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷുറർ ആ ഒരു ഡിസൈഡ് ചെയ്യാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇൻഷുറർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു പോളിസി ബോണ്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ ആ പോളിസി ബോണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന സമയം തൊട്ട് ആ ഒരു ഇൻഷുറൻസ് പോളിസി ആക്റ്റീവാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തൊട്ട് ആ ഇൻഷുറൻസ് പോളിസി ആക്റ്റീവായിരിക്കും. ദെൻ ദിസ് ഈസ് കോൾഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക്. അപ്പോൾ ആ പോളിസി ബോണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതൊരു ഡോക്യുമെൻ്റ് പോലെയാണ് ആ ഒരു ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. ആ ഒരു ബോണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞാൽ അവിടെ തൊട്ട് ആ ഒരു റിസ്ക് ആ ഇൻഷുറർ ഏറ്റെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. സം ഇൻഷുറേഴ്സ് അലോ ദ ഇൻഷുർഡ് ടു ചൂസ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക്. ചില ഇൻഷുറൻസ് കമ്പനീസ് ഇൻഷുർഡിന് ഒരു ഒപ്പീനിയൻ പറയാനുള്ളൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം എന്നാണ് ഈ റിസ്ക് കമൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നാണ് ഈ ഒരു അവരുടെ ആ ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവർ ആക്റ്റീവ് ആവേണ്ട ഡേറ്റ് എന്നാണ് എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ചില ഇൻഷുറേഴ്സ് ചില ഇൻഷുർഡിന്, അതായത് വ്യക്തിക്ക് കൊടുക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൂഫ് ഓഫ് ഏജ്. The proof of age should be submitted along with the proposal form because the amount of premium depends upon the age of the insured. നമ്മളിതിന് മുൻപ് പറഞ്ഞു, ഒരു പേഴ്സൻ്റെ ഏജിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് പ്രീമിയത്തിലും വ്യത്യാസം വരാം. ഓക്കെ, അപ്പോൾ ചെറിയ ഏജൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം കുറവായിരിക്കും. പക്ഷേ ഒരു 50 എബവ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഏജുള്ള വ്യക്തികളാണ് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെങ്കിൽ അവരുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ ഏജ് പ്രൂഫ് കൊടുക്കേണ്ടത് ഇതിൽ അത്യാവശ്യമാണ്. കാരണം അവർക്ക് ഏജ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം പ്രീമിയം ഫിക്സ് ചെയ്യാൻ. ദെൻ ലോവർ ദ ഏജ് മീൻസ് ലെസ്സർ ദ പ്രീമിയം, ഹയർ ദ ഏജ് മീൻസ് ഹയർ പ്രീമിയം. ഈ പറഞ്ഞത് തന്നെയാണ്. എത്ര കുറവാണ്, ഏജ് കുറവാണതിനനുസരിച്ച് പ്രീമിയം കുറയുന്നു. ദെൻ ഏജ് കൂടുതലാവുമ്പോൾ പ്രീമിയവും കൂടുതലായിരിക്കും. Therefore, the proposer must submit reliable age proof. ഏജ് പ്രൂഫ് ഏതൊക്കെ ടൈപ്പ് ഏജ് പ്രൂഫുകൾ നമുക്കിതിൽ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്സ്, വാലിഡ് ഐഡൻറ്റിറ്റി കാർഡ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു പ്രീമിയംസ്. പ്രീമിയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം, ദെൻ ഡേയ്സ് ഓഫ് ഗ്രേസ്, ദെൻ പ്രീമിയം നോട്ടീസ്.
പേയ്മെൻറ്റ് ഓഫ് പ്രീമിയത്തിൽ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. The premium amount is calculated annually, but for the convenience of the assured, it can be paid half yearly, quarterly or even monthly. അപ്പോൾ പ്രീമിയംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവലി ആണ്. ബേസിക്കലി ആനുവലി ആണ് എത്രയാണ് പ്രീമിയം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അഷ്വേർഡിന് അല്ലെങ്കിൽ ഇൻഷേർഡിന് ഇത് പേ ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രീമിയംസ് നമ്മൾ മന്ത്ലി കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ക്വാർട്ടർലി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഹാഫ് ഇയർലി വേണമെങ്കിലും, അതായത് 6 months കൊടുക്കാം, 3 months കൊടുക്കാം, ദെൻ മന്ത്ലി വേണമെങ്കിലും നമുക്ക് പ്രീമിയം പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പ്രീമിയത്തിൻ്റെ ബേസിൽ വരുന്ന കണ്ടീഷൻസ്, പേയ്മെൻറ്റ് ഓഫ് പ്രീമിയത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡേയ്സ് ഓഫ് ഗ്രേസ്. അതിനത് അഡീഷണൽ നമുക്ക് തരുന്ന ഡേയ്സ് ആണ്, എക്സ്ട്രാ തരുന്ന ഡേയ്സ് ആണ്. Then insurance premium is required to be paid on or before the due date, but insurer allows a grace period of 30 days except in a case of monthly premiums, in which case 15 days are allowed. അപ്പോൾ പ്രീമിയം കൊടുക്കേണ്ടതിന് ആ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞ ശേഷം മാക്സിമം ഒരു 30 days കൂടെ എക്സെപ്ഷൻ കൊടുക്കും. അതായത് പ്രീമിയം ഇപ്പോൾ ഒരു കഴിഞ്ഞ മന്തിൽ പേ ചെയ്യേണ്ട പ്രീമിയമാണ്, പക്ഷെ അത് ഇതുവരെ പേ ചെയ്തിട്ടില്ല, ഡ്യൂ ആണ് ബട്ട് നോട്ട് പെയ്ഡ്, ഇതുവരെ പേ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഒരു 30 days കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുള്ളിൽ 30 days ഉള്ളിൽ ആ ഒരു പ്രീമിയം പേ ചെയ്താൽ മതി. ഓക്കെ, അത് മന്ത്ലി പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ല. മന്ത്ലി പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹാഫ് ഇയർലി ആണെങ്കിലും ക്വാർട്ടർലി പ്രീമിയം പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണെങ്കിലും 30 days ഗ്രേസ് പീരിയഡ് ആയിട്ട് കൊടുക്കും. പക്ഷേ മന്ത്ലി പേയ്മെൻറ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ 50 days കൊടുക്കുകയുള്ളൂ. ഓക്കെ, 50 daysനുള്ളിൽ എക്സ്ട്രാ ഒരു 50 daysനുള്ളിൽ അവരത് അടച്ചു തീർത്തിരിക്കണം. ദെൻ ദ പോളിസി റിമൈൻസ് ഇൻ ഫോഴ്സ് ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പോൾ ആ ഒരു ഡേയ്സ് ഓഫ് ഗ്രേസ് വരെ, അതായത് ഇപ്പോൾ ഒരു 50 days എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 days കൂടെ നമുക്ക് ആ പോളിസി ടൈം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം നോട്ടീസ്. The insurance company will regularly send a notice of premium falling due to the insured, except in a case of policies for which a premium payment is monthly. മന്ത്ലി പ്രീമിയം പേയ്മെൻ്റ് അല്ലാതെ വരുന്ന, അതായത് ക്വാർട്ടർലി പേയ്മെൻറ്റ് വരുന്നതായാലും, അതായത് 3 months പ്രീമിയം പേ ചെയ്യുന്നതാണെങ്കിലും ഹാഫ് ഇയർലി പേയ്മെൻറ്റ്സ് നടത്തുന്നതാണെങ്കിലും ഇൻഷുറൻസ് കമ്പനി അവർക്ക് ഒരു നോട്ടീസ് സെൻഡ് ചെയ്യും. എത്ര എമൗണ്ടാണ് പ്രീമിയം പേ ചെയ്യാനായിട്ട് ഉള്ളത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ്, ഒരു റിമൈൻഡർ നോട്ടീസ് പോലെ. അതായത് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ച് ടൈം കൂടുതലുണ്ട്. അപ്പോൾ അത് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു പ്രീമിയം പേയ്മെൻറ്റ് അവർ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി വരുന്ന പേയ്മെൻറ്റുകൾക്ക്, മന്ത്ലി പ്രീമിയം പേ ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇത് വരുന്നില്ല, അവർക്ക് നോട്ടീസൊന്നും അയക്കുന്നില്ല. However, the insurer is not bound to give such notice, and failure to get notice cannot be admitted as an excuse for not paying the premium. അപ്പോൾ ഈ ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ടും ഒരു ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അവരവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അവരുടെ ഒരു റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫെയിലിയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കുന്നത്. പക്ഷേ ഈ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് പ്രീമിയം പേ ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസായിട്ട് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നോട്ടീസ് കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു പ്രീമിയത്തിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു കണ്ടിന്യൂവേഷൻ ഓഫ് പോളിസീസ്. ഫസ്റ്റ് പറയുന്നത് ഇൻഡിസ്പ്യൂട്ടബിൾ ക്ലോസ്. ദിസ് ക്ലോസ് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഷേർഡ്, അതായത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആരാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിസ്പ്യൂട്ടബിൾ ക്ലോസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. It states that after 2 years of the issue of an insurance policy, the policy shall be indisputable on a ground of unintentional misstatement, misrepresentation or non-disclosure of material facts. ഇവിടെ പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 years ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ആ ടൈമിൽ ആ ഒരു പോളിസി ഹോൾഡർ എന്തെങ്കിലും
അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ എന്തെങ്കിലും റീസൺ കൊണ്ട് എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോളിസി ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. But however, on the ground of fraud, it can be disputed at any time during the tenure of the policy. പക്ഷേ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ, ഇൻഷുർഡിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടന്നാൽ ആ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൻ്റെ ഉള്ളിൽ വരുന്ന ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ആ പോളിസി ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക്. അപ്പോൾ ഇൻഡിസ്പ്യൂട്ടബിൾ കേസിൽ പറയുന്നത് ഇൻഷുർഡിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു 2 years എങ്കിലും ആ പോളിസി എടുത്ത് അതിന് പീരീഡ് കഴിഞ്ഞു, 2 years വരെ അത് കഴിഞ്ഞിട്ടുണ്ട്, പ്രീമിയംസൊക്കെ കറക്റ്റായിട്ട് അടച്ച് 2 years കഴിഞ്ഞു. അതിനിടയിൽ എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻ ഈ ഒരു ഇൻഷുർഡ് അറിയാതെ വരുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് ഒരിക്കലും ആ ഒരു പോളിസീനെ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് കമ്പനിക്ക് സാധിക്കില്ല. ഓക്കെ, ഫ്രോഡ് വരുന്ന കേസസിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് alterations in policies. The insurer permits alterations in the terms and conditions of policy at the request of the insured. ഇൻഷുർഡിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇൻഷുറൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഷുറർക്ക് ആ പോളിസിയുടെ കണ്ടീഷൻസിലോ ടേംസിലോ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Alterations may be changes in the terms, reduction in sum assured, change in mode of payment of premium, etc. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുന്നത് ടേം, അതായത് ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധിയിൽ ചേഞ്ചസ് വരുത്താം. ദെൻ ഇൻഷുറൻസ് പേയ്മെൻറ്റിന് പറയുന്ന ആ ഒരു പ്രീമിയം എമൗണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആ ഒരു എമൗണ്ടിൽ റിഡക്ഷൻ എന്തെങ്കിലും ചെയ്തിട്ട് രണ്ടാമത് കണ്ടീഷൻസൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ ചേഞ്ച് ഇൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം പേ ചെയ്യുന്ന മോഡ്, അതായത് ഇപ്പോൾ ബാങ്ക് വഴിയാണോ അല്ലെങ്കിൽ ചെക്ക് വഴിയാണോ അങ്ങനെയുള്ള പേയ്മെൻറ്റ് മോഡുകളിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും സാധിക്കുന്നതാണ്. ദ ഇൻഷുറർ റിസർവ്സ് ദ റൈറ്റ് ടു ഡിക്ലൈൻ സച്ച് റിക്വസ്റ്റ് ആൻഡ് ഡസ് നോട്ട് പെർമിറ്റ് alterations which are against the interest of the insurer. അപ്പോൾ ഇൻഷുറർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതായത് ഇപ്പോൾ അയാൾക്ക് ആൾട്ടറേഷൻസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാനായിട്ട് ഇൻഷുറർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫുൾ ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ക്ലൂഷൻ. Life insurance policies have few exclusions such as claim arising from death while in hazardous occupation, death due to war, etc. This is because normal premium rates are not sufficient to cover this risk, and for covering such risk, extra premium is required. അപ്പോൾ ചില ടേംസ് അല്ലെങ്കിൽ ചില ഐറ്റംസ് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹസാർഡിയസ് ഒക്യുപ്പേഷൻ, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും ജോബുകൾ, വളരെ റിസ്ക്കി ആയിട്ടുള്ള ജോബുകൾ ചെയ്തിട്ടുണ്ടാവുന്ന ഡെത്തുകൾ, ദെൻ വാറിലുണ്ടാവുന്ന ഡെത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഒരു നോർമൽ പ്രീമിയം റേറ്റ് അതിനൊരിക്കലും സഫിഷ്യൻ്റ് ആയിരിക്കില്ല, ബിക്കോസ് അവിടെ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റിസ്കിനെ കവർ ചെയ്യാനുള്ള രീതിയിലുള്ള പ്രീമിയംസ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല, ചെറിയ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റിസ്കുകൾ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ 2 കേസസാണ് പറയുന്നത്, ഹസാർഡിയസ് ഒക്യുപ്പേഷൻ ആൻഡ് ഡെത്ത് ഡ്യൂ ടു വാർ. ഈ 2 കണ്ടീഷൻസിൽ എക്സ്ട്രാ പ്രീമിയം പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് കമ്പനിക്ക് പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, ലോസ്റ്റ് പോളിസി. It is the duty of the insured to inform the insurer in case of a policy document is lost or destroyed. നമ്മൾ പറഞ്ഞ പോളിസി ഡോക്യുമെൻ്റ്, അതായത് പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഡോക്യുമെൻ്റ് ഏതെങ്കിലും കാരണവശാൽ ലോസ്റ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഷുററിനെ അറിയിച്ചിരിക്കണം എന്നുള്ളത് ഇൻഷുർഡിൻ്റെ ഡ്യൂട്ടിയാണ്, ഇൻഷുർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. The insurer will issue duplicate copy of document after advertising the fact and also on payment of required fees. അപ്പോൾ ഇൻഷുറർ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും ആഫ്റ്റർ അഡ്വർടൈസിങ്. അത് ഒന്ന്
പബ്ലിഷ് ചെയ്യുക, ഒരു റീസൺസ് ഒക്കെ കൊടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഇൻഷുറർ ഒരു പുതിയ പോളിസി ഡോക്യുമെൻ്റ്, ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ ഒരു റിക്വയർഡ് പ്രീമിയം കൂടെ അല്ലെങ്കിൽ റിക്വയർഡ് എമൗണ്ട് ഒരു ഫീ പോലെ അവിടെ പേ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലോൺസ്. ദ പോളിസി ഹോൾഡർ ക്യാൻ ഗെറ്റ് ഫ്രം ദ ഇൻഷുറർ loan on the security of the surrender value of the policy. For such interest at certain percentage is charged. അപ്പോൾ പോളിസി ഹോൾഡറിന് ഇൻഷുററുടെ കയ്യിൽ നിന്ന് ലോണുകൾ അവെയിൽ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പോളിസിയുടെ വാല്യൂ സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു സർട്ടൈൻ ഇൻട്രസ്റ്റ് കൂടെ അതിൻ്റെ കൂടെ പേ ചെയ്തുകൊണ്ട് ലോണുകൾ സാധാരണ ലോൺ കൊടുക്കുന്ന പോലെ ആ പോളിസിയുടെ ഫുൾ വാല്യൂ അവിടെ സറണ്ടർ ചെയ്തുകൊണ്ട് ആ ഒരു പോളിസി ഹോൾഡർക്ക് ലോൺ പോലെ ഈ എമൗണ്ടിൽ നിന്നും എടുക്കാവുന്നതാണ്. പക്ഷേ അതിനൊരു സർട്ടൈൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൂടെ പേ ചെയ്യണം. ദെൻ സറണ്ടർ വാല്യൂ ഇസ് ദ എമൗണ്ട് ഓഫ് ദ പോളിസി എമൗണ്ട് ദ പോളിസി ഹോൾഡർ വിൽ ഗെറ്റ് from the life insurance company if he decide to terminate the policy before maturity. അപ്പോൾ മെച്യൂരിറ്റിക്ക് മുൻപ് ആ പോളിസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഇൻഷുർഡ് ആ പോളിസി മെച്യൂരിറ്റിക്ക് മുൻപ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ അതിൽ നിന്ന് കിട്ടുന്നത് ആ എമൗണ്ടാണ് നമ്മളിവിടെ സറണ്ടർ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സറണ്ടർ വാല്യൂ ആണ് നമ്മൾക്ക് പോളിസി ഹോൾഡറിന് ലോണായിട്ട് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോൺ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് സൂയിസൈഡ്. Suicide clause in life insurance states that the insurer will not pay death benefit if the policyholder commits suicide with a specified period of time after commencement of risk. അപ്പോൾ നമ്മൾ കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക് എന്താണെന്ന് പറഞ്ഞു. ഒരു പോളിസി ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫൈ ചെയ്ത് ആ ഒരു ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു ആ പോളിസി അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഗ്രിമെൻറ്റ് വെച്ച് ആ ഒരു ഇൻഷുറൻസ് പോളിസി അവർ കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ സൂയിസൈഡ് വഴി നാച്ചുറൽ ബെനിഫിറ്റ് അല്ലാതെ സൂയിസൈഡ് ചെയ്ത് ഒരാൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡെത്തിന് ഇവിടെ ഇൻഷുറൻസ് പോളിസി ഇല്ല. അതായത് ഇൻഷുറൻസ് കമ്പനി അതിന് ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും കൊടുക്കുന്നില്ല. 2 ഇയേഴ്സാണ് നമ്മളുടെ കാലാവധി പറയുന്നത്. ആ 2 ഇയേഴ്സിനുള്ളിൽ ഈ സൂയിസൈഡ് ക്ലോസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ സൂയിസൈഡ് ക്ലോസ് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റൈഡേഴ്സ്. എ റൈഡർ ഇസ് എ ക്ലോസ് or condition added to the basic life insurance policy which provides additional benefit at an option of the proposer. A condition which states that the sum assured would be double in the event of death due to accident is an example of a rider. Similarly, accident disability benefit, majors, surgeries benefit, etc. are also examples of riders. അപ്പോൾ റൈഡേഴ്സിനുള്ള ഇൻഷുറൻസ് പോളിസീൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ റൈഡേഴ്സിന് എന്ന് പറയുമ്പോൾ കുറച്ച് അഡീഷണൽ ബെനിഫിറ്റിനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിൽ ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ഫണ്ട് അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്സ്, മേജർ സർജറീസ് എന്തെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള ഫണ്ടും ഒക്കെ ഈ റൈഡേഴ്സ് എന്നുള്ള ഒരു ക്ലോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ്, അല്ലെങ്കിൽ റൈഡേഴ്സിന് വേണ്ടിയിട്ട് ആക്സിഡൻറ്റ് വഴി റൈഡേഴ്സിന് ഉണ്ടാകുന്ന ഡെത്തും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൂടെ ഇവിടെ പോളിസീസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നോമിനേഷൻ. നോമിനേഷൻ ഇസ് എ റൈറ്റ് conferred by Section 39 of Insurance Act 1938 on the holder of the policy of assurance on his own life to appoint a person to receive a sum assured in the event of policy becoming a claim due to death of the policy holder. അപ്പോൾ സെക്ഷൻ 39 കമ്പനീസ് ആക്ട് 1938 സെക്ഷൻ 39 പറയുന്നുണ്ട് ഹോൾഡർ ഓഫ് പോളിസി ഓഫ് ലൈഫ് അഷുറൻസ് ഓൺ ഹിസ് ഓൺ ലൈഫ്. അപ്പോൾ ഈ പോളിസി ഹോൾഡറിന് ഒരു പേഴ്സണിനെ അപ്പോയിൻറ്റ് ചെയ്യാം, നോമിനേഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ആ ഒരു പോളിസി ക്ലെയിം ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പേഴ്സണിന് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ആ ക്ലെയിം കിട്ടുന്നത് ആർക്കായിരിക്കും? ഈ നോമിനേഷൻ വെച്ചിരിക്കുന്ന വ്യക്തിക്കായിരിക്കും. അതാണ് നോമിനേഷൻ എന്നുള്ള പോയിന്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അസൈൻമെൻറ്റ്.
Assignment of a life insurance policy means the process of transferring the right in a policy by the policy holder to other for various reasons. അപ്പോൾ പോളിസിയുടെ ഫുൾ റൈറ്റ് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡറിന് ഇവിടെ അസൈനർ എന്നും അതായത് അനദർ പേഴ്സൺ ആരിലേക്കാണോ ഈ ഒരു ഇൻഷുറൻസ് പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ അസൈനി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വൺ അസൈനറിൽ നിന്നും അസൈനിയിലേക്ക് ഈ ഹോൾഡർ പോളിസിയുടെ ഹോൾഡിംഗ് പവർ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അസൈൻമെൻറ്റിൽ പറയുന്നത്. വൺസ് റൈറ്റ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ അസൈനി ദ റൈറ്റ് ഓഫ് ദ അസൈനർ സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ആൻഡ് ദ അസൈനി ബിക്കംസ് ഓണർ ഓഫ് ദ പോളിസി. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അസൈനി ആയിരിക്കും, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്കായിരിക്കും പിന്നെ ആ ഇൻഷുറൻസ് പോളിസിയുടെ ഫുൾ റൈറ്റ്. അസൈനറുടെ റൈറ്റ്, ആ പോളിസിയിലുള്ള അസൈനറുടെ റൈറ്റ് ഫുള്ളി ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോളിസി കണ്ടീഷൻസിൽ പറയുന്നത്. താങ്ക് യു.